ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് എംബ്രോയ്ഡറിയുടെ എൻ്റെ റെക്കോർഡ് ബുക്കിലുള്ള എംബ്രോയ്ഡറി ഞാൻ ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ്. ഏതൊക്കെ എംബ്രോയ്ഡറിയാണ് ഞാൻ പഠിച്ചത് എന്നും കൂടി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചൊരു 55 എംബ്രോയ്ഡറി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും വേരിയൻ്റ് ആയിട്ടാണ് പഠിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ രീതിയിലാണ് ഞാനിപ്പോൾ ഈ എംബ്രോയ്ഡറിയുടെ ഈ ഒരു ഷീറ്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബേസിക്കായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഹെമ്മിങ് ആണ് പഠിച്ചത്. അപ്പോൾ ഹെമ്മിങ്ങിൻ്റെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലാത്തതാണ്, റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചൊരു എംബ്രോയ്ഡറി ആണിത് റണ്ണിങ് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചിനാണ് റണ്ണിങ് സ്റ്റിച്ച്, അതായത് ഗ്യാപ്പ് ഇട്ട് വരുന്ന ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇത് റണ്ണിങ് സ്റ്റിച്ച്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പഠിച്ച എംബ്രോയ്ഡറി ഈ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, അതായത് ഈ റണ്ണിങ് ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ നൂലിട്ട് ഫില്ല് ചെയ്യുന്നതിനാണ് വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് ഫുൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റിച്ചാണ് ഇവൻ സ്റ്റിച്ച്. ഇവൻ സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ചിനെക്കാട്ടി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇവൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്തുന്നതാണ്, എന്താണെന്ന് നിങ്ങൾക്കറിയാം. റണ്ണിങ് സ്റ്റിച്ചും ഇവൻ സ്റ്റിച്ചൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേരിയൻ്റാണ് നമ്മൾ വിപ്പ്ഡ് ബാക്ക് സ്റ്റിച്ച്, അതായത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നൂലുള്ളി കൂടിയിട്ട് ചെയ്യുന്നതാണ് വിപ്പ്ഡ് ബാക്ക് സ്റ്റിച്ച്. ഓക്കെ, അടുത്ത സ്റ്റിച്ച് വരുന്നത് പിക്നസ് സ്റ്റിച്ച് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റഡ് അല്ല, ഉള്ളിൽ കൂടെ വെറുതെ കയറ്റിയിടുകയല്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ റാ പോലെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുന്നൊരു എംബ്രോയ്ഡറിയാണിത്. ഇതാണ് പിക്നസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ബാക്ക് സ്റ്റിച്ചിൽ തന്നെ വരുന്നൊരു വേരിയൻ്റ് ആണ് കേട്ടോ ഈ സ്റ്റിച്ച്. അടുത്ത് വരുന്നത് അൺഈവൻ സ്റ്റിച്ച്. അൺഈവൻ സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡിന് നീളം കൂടുതലും ഒരു ത്രെഡിന് നീളം കുറവും, അങ്ങനെ വരുന്നൊരു സ്റ്റിച്ചിനെയാണ് അൺഈവൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റിച്ച് പഠിച്ചത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇത് ഫുൾ സ്റ്റെമ്മാണ്. അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ചിൽ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്തൊക്കെ തന്നെ. ഓരോ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ അതിൽ ചെയ്ത് കാണിക്കാം. ഇതാണ്ട് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സമയം എടുത്ത് ചെയ്തൊരു എംബ്രോയ്ഡറിയാണ്. ഇതിനുള്ളിലൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്ത കാരണം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ് നമ്മുടെ പീക്കോക്ക് ചെയിൻ സ്റ്റിച്ച്. ഇത് ഫുൾ ചെയിനാണ് ചെയ്തേക്കുന്നത്. ഇതിനുള്ളിലൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ സമയം കുറവായത് കാരണം അതൊന്നും ഫില്ല് ചെയ്ത് കാണിക്കാൻ സമയം കിട്ടില്ല കേട്ടോ ടീച്ചർ. അപ്പോൾ ടീച്ചറൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ പീക്കോക്കിനെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കേട്ടോ. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയൻ്റാണ് ഇനി കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ പീക്കോക്കിൻ്റെത് 3 അഴ നൂലിട്ട് ചെയ്ത ചെയിൻ സ്റ്റിച്ചാണ്. ഇത് 6 അഴ നൂലിൽ ചെയ്ത ഹെവി ചെയിൻ. അപ്പം അത് ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ ഇത് ഹെവി ചെയിനാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് വരുന്നത് ട്വിസ്റ്റഡ് ചെയിൻ. ട്വിസ്റ്റായിട്ട് വരുന്ന ചെയിനാണ്. ചെയിൻ നമ്മൾ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും, അതാണ് ട്വിസ്റ്റഡ് ചെയിൻ. പിന്നെ വരുന്നത് മാജിക് ചെയിൻ. മാജിക് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളറ് ത്രെഡ് നമ്മൾ എടുക്കും. 6 നൂലായിട്ട് 3 കളറ്, 3 എണ്ണം വേറൊരു ത്രെഡ്, 3 എണ്ണം വേറൊരു ത്രെഡ്, അങ്ങനെ 2 ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയിൻ പോലെ നമ്മൾ മാറി മാറി സ്റ്റിച്ച് ചെയ്യുന്നതാണ് മാജിക് ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് കേബിൾ ചെയിൻ. കേബിൾ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുത്തിൻ്റെ ഷേപ്പ് പോലെ വരും, ഓവൽ ഷേപ്പിൽ. നല്ല രസമാട്ടോ ചെയ്യാനാണെങ്കിലും സിമ്പിളാണ്, ചെയിൻ പോലെ തന്നെ ഉള്ളൊരു സ്റ്റിച്ചാണ് കേബിൾ ചെയിൻ. അടുത്ത സ്റ്റിച്ചാണ് ബ്രോക്കൺ ചെയിൻ. ചെയിനിൽ തന്നെ വരുന്നൊരു വേറെ വേരിയൻറ്റ്, അതായത് ഹാഫ് ബ്രോക്കൺ ആയിട്ട് വരുന്ന സ്റ്റിച്ചാണിത് കേട്ടോ. അടുത്ത സ്റ്റിച്ച് വരുന്നത് ഡബിൾ ചെയിൻ. അതായത് ചെയിനിൽ തന്നെ നമ്മൾ 2 ചെയിൻ ചെയ്ത് ഫില്ല് ചെയ്യുന്നൊരു എംബ്രോയ്ഡറിയാണ് കേട്ടോ ഡബിൾ ചെയിൻ. അടുത്ത വരുന്നത് ബോക്സ് ചെയിൻ. അതായത് ഫുള്ള് ബോക്സ് പോലെ വരുന്ന ചെയിനാണ്. കണക്ട് ചെയ്ത് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറിയാണ് ബോക്സ് ചെയിൻ. നല്ല രസമില്ലേ കാണാൻ വേണ്ടി. അടുത്തൊരു എംബ്രോയ്ഡറി ഫെദർ ചെയിൻ. ചെയിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ആണ് കേട്ടോ ഇത്. ഫെദർ ചെയിൻ പോലെ തന്നെ നമ്മളിങ്ങനെ സിംഗിൾ ഫെദർ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ഡബിൾ ഫെദർ ഉണ്ട്, പിന്നെ ട്രിപ്പിൾ ഫെദർ ഉണ്ട്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ഫെദർ ചെയിൻ ചെയ്തെടുക്കാം. പിന്നെ അടുത്ത എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ലേസി ഡേസി. ഇത് സിംഗിൾ ലേസി ഡേസി ആണ്, ഒറ്റ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഡബിൾ വരുന്നുണ്ട്. ഡബിൾ ലേസി ഡേസി ഡിസൈൻ ഇങ്ങനെയാണിത്. ഡബിൾ കളർ വരുന്ന ത്രെഡ് വെച്ചാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവമൊക്കെ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എംബ്രോയ്ഡറി എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു റെക്കോർഡ് ബുക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഇതാണ് ഡബിൾ ചെയിൻ എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി. അപ്പം ചെയിൻ വെച്ചിട്ടുള്ള ഡബിൾ ചെയിൻ അല്ല നമ്മളിപ്പോൾ ചെയ്തത്. ഇത് ലേസി ഡേസി ആണ്ടോ മാറിപ്പോകരുത് കേട്ടോ, പറഞ്ഞത് മാറിപ്പോയി. ലേസി ഡേസി ഡിസൈൻ ആണ്ടോ അത്, അതിൻ്റെ ഡബിളായിട്ട് വരുന്ന ലേസി ഡേസി. അടുത്ത് വരുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. ഫുള്ള് ക്രോസ് സ്റ്റിച്ചാണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇൻഡു പോലെ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ ക്രോസ് സ്റ്റിച്ച്. അതിൻ്റെ തന്നെ വേറെ സ്റ്റിച്ച് വരുന്നത് ഹെറിംഗ് ബോൺ. ഹെറിംഗ് ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഹെറിംഗ് ബോൺ ഫുൾ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്ത് ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഹെറിംഗ് ബോൺ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേരിയൻറ്റ് 2 ഉണ്ട് കാണിച്ച്, 2 3 ആട്ടയുണ്ട് കേട്ടോ. അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ്. ഇതൊന്ന് ഫുള്ള് നമ്മൾ ക്ലോത്തിൽ ക്ലോസ്ഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ മറ്റേതിന് അത്രയും ആദ്യം കാണിച്ച എംബ്രോയ്ഡറി അത്രയും ഗ്യാപ്പും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ക്ലോസ് ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റിച്ച് നമ്മൾ ഹെറിംഗ് ബോൺ, നോർമൽ ഹെറിംഗ് ബോൺ ചെയ്തിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ത്രെഡ് ഇട്ട് കൊടുക്കും. ഈ ഒരു റാറ ഷേപ്പിൽ ഇങ്ങനെ ത്രെഡ് ഇട്ട് കൊടുക്കുന്നതിനാണ് ത്രെഡഡ് ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേറൊരു ഉണ്ട് നോട്ടഡ് ഹെറിംഗ് ബോൺ. നമ്മൾ ഹെറിംഗ് ബോൺ ചെയ്തിട്ട് അതിനുള്ളിൽ ഇതേപോലെ ഇൻഡു പോലത്തെ നോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നോട്ടഡ് ഹെറിംഗ് ബോൺ. അപ്പോൾ ഹെറിംഗ് ബോണിൻ്റെ വേരിയൻറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേര് ഐലറ്റ് ഹോൾ എന്നാണ്. നമ്മൾ ബട്ടൺ ഹോളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത വരുന്നത് ബട്ടൺ ഹോള്. ഇത് ഫുൾ ഫ്ലവർ സ്റ്റിച്ചാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഈ നമ്മുടെ ടവലിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ പില്ലോ കവറ്, നമ്മൾ ഈ നമ്മുടെ സോഫയമേലൊക്കെ പില്ലോ കവർ ഇല്ല, ചെറിയ പില്ലോ, ആ പില്ലോയിലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെയ്യാൻ വേണ്ടി. ബട്ടൺ ഹോള് പോലെ തന്നെ ഒരു വേറൊരു സ്റ്റിച്ചാണ് ബ്ലാങ്കറ്റ്. ഓക്കെ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാവില്ല, നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഫ്രഞ്ച് നോട്ടാണ്. ഈ ഡിസൈൻസൊക്കെ ഫ്രഞ്ച് നോട്ടും. പിന്നെ ഇത് നമ്മുടെ ലേസി ഡേസി ഡിസൈനാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ചെയ്തേക്കുന്നത് സ്റ്റെം എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. ഈ ബോയൊക്കെ ചെയ്തേക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ലോങ് ബുള്ളിയൻ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ലോങ് ബുള്ളിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രഞ്ച് നോട്ട് ആഡ് ചെയ്തിട്ടുള്ള ലോങ് ബുള്ളിയനാണ് ഞാൻ ചെയ്തത്. ഇത് ഫ്രഞ്ച് നോട്ടല്ല, ഇത് നമ്മുടെ ഈ സ്റ്റിച്ചാണ്, ബുള്ളിയൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. സോറി, സെൻറ്ററിലും പോയിട്ട് ഈ എൻഡിൽ പോർഷനിൽ ബുള്ളിയൻ സ്റ്റിച്ചാണ്, ലോങ് ബുള്ളിയൻ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അടുത്തത് ബുള്ളിയൻ, നോർമൽ ബുള്ളിയൻ സ്റ്റിച്ച്. നമ്മൾ റോസ് ഫ്ലവറൊക്കെ ചെയ്യില്ലേ, ആ ഒരു സ്റ്റിച്ചിനാണ് കേട്ടോ ബുള്ളിയൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ബുള്ളിയൻ റോസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അടുത്തത് വരുന്നത് നമുക്ക് ലീഫ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഇത്. ഈ എംബ്രോയ്ഡറിക്ക് നമ്മൾ ലീഫ് സ്റ്റിച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അടുത്ത എംബ്രോയ്ഡറി ഫ്ലൈ സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ലീഫ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് കേട്ടോ. വൈ പോലെ നമ്മളിങ്ങനെ ചെയ്തിട്ട്, ഇതിപ്പോൾ ലോങ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലീഫിൽ ചെയ്യുമ്പം ചെറുതായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്ലൈ സ്റ്റിച്ച് എന്നാണ് ഈ എംബ്രോയ്ഡറി പേര്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകിൽ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പിലേക്ക് മിററൊക്കെ വാങ്ങാൻ കിട്ടൂലേ, അങ്ങനത്തെ മിററൊക്കെ ചെയ്തിട്ട് അതിന് ചെറിയൊരു ഔട്ട്ലൈൻ പോലെ ബീഡ്സൊക്കെ ആഡ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കാണാൻ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്തതും നമുക്കിത് ആരോ ഹെഡ് എന്നാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ആരോ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആരോ ഹെഡ് എന്നാണ് സ്റ്റിച്ചിൻ്റെ പേര് വരുന്നത്. ഇത് നമുക്ക് ലീഫ് സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. അടുത്ത വരുന്ന എംബ്രോയ്ഡറി ഷീഫ് സ്റ്റിച്ച്. നമ്മൾ ഈ ചെറിയ ഡ്രസ്സുമേലൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യില്ലേ, കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ. 3 4 അല്ലെങ്കിൽ 5 സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മേളിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ തുമ്പുണ്ടല്ലോ, മറ്റേ ഈ സാധനം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ നമ്മൾ വരയ്ക്കില്ലേ, തുമ്പി പോലത്തെ, തുമ്പിയുടെയൊക്കെ ഇതിൽ പോലെ ഇങ്ങനെ റാ പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ വരയ്ക്കില്ല, അതിൻ്റെ കൊമ്പ്. ഓക്കെ, ആ കൊമ്പ് പോലത്തെ സാധനമൊക്കെ നമുക്ക് നമ്മുടെ ബുള്ളിയൻ സ്റ്റിച്ച്, ലോങ് ബുള്ളിയൻ സ്റ്റിച്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഇതാണ് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ 3 വേരിയൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നോർമൽ നമ്മുടെ സാറ്റിനാണ്, ഫുൾ ഒറ്റ ത്രെഡ്, അതായത് ഒരു കളർ ത്രെഡ് കൊണ്ട് തന്നെ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ. പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് സാറ്റിൻ തന്നെയാണ്, അതിനെ നമ്മൾ ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലോങ് ആൻഡ് ഷോർട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവാനാണ് ഇതിനിടയിൽ നമ്മൾ വേറെ ഷെയ്ഡ് കൊടുത്ത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ലോങ്ങും ഷോർട്ടും ആയിട്ട് വരുന്നൊരു സ്റ്റിച്ചാണിത്. നല്ല രസമാണ് ഇത് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. അടുത്ത വരുന്നതാണ് സിക്സാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ ചെയ്യുന്ന പോലെ തന്നെ സിക്സാഗിൻ്റെ ഡിസൈൻ ഇങ്ങനെയല്ലേ വരുന്നത്. മേളിൽ നിന്ന് ഇങ്ങനെ ഒരു
ഷേപ്പിലല്ലേ വരുന്നത്, ആ സിക്സാഗിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തേക്കുന്നത് മാത്രമേ നമ്മൾ ചെയിൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് കൗച്ചിങ്. കൗച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 നൂലിങ്ങനെ കൊടുക്കും, എന്നിട്ട് ആ ഓരോ നൂലിൻ്റെയും ഇതേപോലെ ഓരോ നോട്ടിട്ട് നമ്മൾ കൊടുക്കും. കണ്ടോ, ഇതിൽ ഓരോ നോട്ട് കൊടുത്തിട്ടുണ്ട്, അതിനാണ് കൗച്ചിങ് എന്ന് പറയുന്നത്. ഇത് അധികം അങ്ങനെ ഡ്രസ്സിലൊന്നും അങ്ങനെ അധികം ചെയ്ത് കണ്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവിലും എല്ലാ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്കുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയയിൽ പറ്റിയ എംബ്രോയ്ഡറി ഒക്കെ കേട്ടോ. അടുത്തത് വരുന്നത് ഓവർ കാസ്റ്റിങ്. അതായത് നമ്മൾ കൗച്ചിങ് കണ്ടതുപോലെ തന്നെ അതിൽ നമ്മൾ ഓരോ നോട്ടാണ് ഇടുന്നതെങ്കിൽ ഇതിൽ നോട്ടല്ല. അതായത് നമ്മൾ ഇതിനുള്ളിൽ ഇപ്പോൾ ഈ ബ്ലൂ പോലെ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഓവർ കാസ്റ്റിങ് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി. അതായത് ഇതിനുള്ളിൽ ഒരു ത്രെഡ് ഉണ്ട്, ആ ത്രെഡിനെ നമ്മൾ ഫുള്ളിങ്ങനെ സാറ്റിൻ എന്ന് പറയുന്ന എംബ്രോയ്ഡറി ഇല്ലേ, ആ എംബ്രോയ്ഡറി കൊണ്ടിങ്ങനെ ഫുള്ള് ചെയ്തെടുക്കുന്നതിനാണ് ഓവർ കാസ്റ്റിങ് എന്ന് പറയുന്നത്. ഒന്നിൻ്റെ പുറത്തൊന്ന് നമ്മൾ തുന്നി തുന്നി ഫില്ല് ചെയ്യുന്ന എംബ്രോയ്ഡറി. ഓക്കെ, അടുത്ത എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഷെവ്രോൺ സ്റ്റിച്ചാണ്. ഇതും നമ്മുടെ ചെസ്റ്റ് പോർഷനിലോ ഇപ്പോൾ വരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ വി ഷേപ്പിലോ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ. എന്നിട്ട് എൻ്റെ താഴത്ത് ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് പോലത്തെ ഉള്ള വർക്കുകളല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പാറ്റേണൊക്കെ ചെയ്യാൻ പറ്റിയൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് ഷെവ്രോൺ സ്റ്റിച്ച്. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞു ബൂട്ടാസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഡാർക്ക്, ഇവിടെ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ഷെവ്രോൺ സ്റ്റിച്ച്. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചാണ് സ്പൈഡർ വെബ്. ഇതിനെയാണ് നമ്മൾ നോർമലി സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. സ്പൈഡർ വെബിനെ വേറെ രീതിയിലും ചെയ്യാം. അത് ഞാൻ ഈ അടുത്തൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറയുന്നുണ്ട് സ്പൈഡർ വെബ് ആണെന്ന്. വേറൊരു നെയിമും കൂടി ഉണ്ട് ആ ഒരു എംബ്രോയ്ഡറിക്ക്. അതിനാണ് നമ്മൾ വുവൻ റോസ് എന്ന് പറയുന്നത്. വുവൻ വീൽ റോസ് എന്നാണ് കേട്ടോ ആ എംബ്രോയ്ഡറിയുടെ പേര്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് അതിനെ പ്രൊനൗൺസ് ചെയ്യാം. അതായത് നമുക്ക് 2 രീതിയിൽ അതിനെ അറിയപ്പെടുന്നുണ്ട്. സ്പൈഡർ വെബ് എന്നും അറിയപ്പെടുന്നുണ്ട്, ആ ഒരു എംബ്രോയ്ഡറിനെ വുവൻ വീൽ റോസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ശരിക്കും നോർമൽ സ്പൈഡർ വെബ് എന്ന് പറയുന്ന എംബ്രോയ്ഡറി ഇതാണ്. ഓക്കെ, അടുത്ത വരുന്നത് ഇതൊക്കെ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ്. ഇതിനെയാണ് നമ്മൾ കടായി കമ്മൽ എന്ന് പറയുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി. നല്ല ഭംഗി, അല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതായത് ഭയങ്കരമായിട്ടൊന്ന് ഡ്രസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് ചെയ്യാം. ഇതുപോലെ ഡബിൾ ഷെയ്ഡിലൊക്കെ നല്ല കളർ കോമ്പിനേഷനിലൊക്കെ യോക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ സാരിയുടെ മുന്താണിയിൽ പിന്നെ ദുപ്പട്ടയുടെ ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത്. അടുത്ത വരുന്നത് ഇയർ ഓഫ് വീറ്റ്. ഇതിപ്പോൾ നമ്മുടെ വീറ്റിൻ്റെ ഷേപ്പിൽ വരുന്നൊരു എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കണ്ട ഈ ഒരു ഡിസൈൻ കണ്ട ഇതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തൊരു എംബ്രോയ്ഡറി വരുന്നത്. അതിനെയാണ് ഇതേ കണ്ടോ റഷ്യൻ ചെയിൻ സ്റ്റിച്ചിന് തന്നെ വേറൊരു പേരുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാഴ്ചയിൽ തന്നെ ഒരേപോലെയാണ്, ചെയ്യുമ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് താഴേക്കും ഇത് മേളിലേക്കും ആ ഒരു ഡിഫറൻസ് വരും, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. രണ്ടും ഏകദേശം കാഴ്ചയിൽ ഒരേപോലെ തന്നെയല്ലേ ഇരിക്കണത്. ഓക്കെ, അതായത് ഇവിടെ ചെയിൻ പോലെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഒരു വര പോലെയാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. അതൊക്കെ എങ്ങനെയാണ് ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് റഷ്യൻ ചെയിൻ. അടുത്ത എംബ്രോയ്ഡറി ആണ് നമ്മുടെ കാന്താവർക്ക്. കാന്താവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഒരുപാട് കട്ടിയില്ലാത്ത ക്ലോത്തിൽ നമ്മുടെ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് കാന്താവർക്ക് എന്ന് പറയുമ്പോൾ. ഒത്തിരി ഡ്രസ്സുകളുണ്ട്, സാരിയിലൊക്കെ ഒത്തിരി ആൾക്കാർ കാന്താവർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രസമാണ്, സിമ്പിളാണ്. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിൽ, വി ഷേപ്പിൽ, പല ഷേപ്പിൽ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മുടെ കളറുള്ള, അതായത് നമ്മുടെ എന്താ പറയുക ഇക്കത്ത് പോലുള്ള മെറ്റീരിയലുകളിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഓരോ ഔട്ട്ലൈൻസൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അതായത് ഒരു ഡ്രസ്സിൽ തന്നെ ഒരു പടം, ആ ഒരു പ്രിൻ്റ് ഉണ്ടാവും, ആ പ്രിൻറ്റിന് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റിയൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ കാന്താവർക്ക് അല്ലെങ്കിൽ റണ്ണിങ് എംബ്രോയ്ഡറി. അടുത്ത വരുന്നതാണ് ചിക്കൻകാരി. ചിക്കൻകാരിയുടെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ലൈറ്റായിട്ട് വരുന്ന ക്ലോത്തിൽ ഇതിൽ തന്നെ കണ്ടോ ഷെയ്ഡ് കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ ചെയ്തേക്കുന്നതിൻ്റെ ഷെയ്ഡ് അതിന് അടിയിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ടൈപ്പിലുള്ളൊരു ക്ലോത്തിലാണ് നമ്മൾ ചിക്കൻകാരി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ചിക്കൻകാരി എന്ന് അറിയപ്പെടുന്നത്. വേറെ വ്യത്യാസം വെച്ചാൽ നമ്മൾ സാറ്റിൻ എംബ്രോയ്ഡറി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആ പേര് വരാനുള്ള കാരണം ഈ നൈസായിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ ചിക്കൻകാരി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്ത വരുന്നതും ഇപ്പം ചിക്കൻകാരി ചെയ്ത അതേ സെയിം ക്ലോത്തിൽ തന്നെയാണ് ഇതും ചെയ്തേക്കണം. ഈ വർക്കിൻ്റെ പേരാണ് കസൂത്തി. ഈ ഒരു ഷേപ്പിൽ വരുന്ന വർക്കിനെ നമ്മൾ കസൂത്തി എന്നാണ് പറയുന്നത്. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്ലോത്തിലല്ലാതെയൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഓക്കെ, കസൂത്തി വർക്ക്. അടുത്തതാണ് കച്ച് വർക്ക്.
ഇത് ഭയങ്കര പാടുള്ളൊരു എംബ്രോയ്ഡറി ആണ്. എനിക്ക് ഭയങ്കര പാടാണ്ടോ ചെയ്യാൻ. ഒത്തിരി കുറേ നമ്പേഴ്സ് ഇട്ട് ഒത്തിരി ചെയ്യേണ്ട ഒരു എംബ്രോയ്ഡറി ആണ്. കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിപ്പം പുതുതായിട്ട് പഠിക്കുന്ന ഇപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ പഠിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചെടുക്കണമെങ്കിൽ ഇതിന് ഓരോ നമ്പേഴ്സ് വരുന്നുണ്ട്. ആ നമ്പേഴ്സ് ഇട്ട് തന്നെ പഠിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് സ്റ്റാർട്ടിങ് കച്ച് വർക്കാണ്. ഈ കച്ച് വർക്കിൻ്റെ പല വേരിയൻസ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയതായിട്ട് ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് കച്ച് വർക്ക്. ഇതാണ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി. നമ്മൾ ക്ലോത്തിൽ തന്നെ ഇങ്ങനെ പിൻ ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്തൊരു ചെയ്യുന്നൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ച് ചെയ്യുമ്പോഴേ ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ രീതിയൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ഇതിനെയാണ് നമ്മൾ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത എംബ്രോയ്ഡറിയാണ്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആരി വർക്ക് ചെയ്യുമോ, ആരി വർക്ക് പഠിക്കുന്നുണ്ടോ, പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തായിരുന്നു. ഞാൻ ആകെ ആരി വർക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഈ ഒരു എംബ്രോയ്ഡറിയിലാണ് കേട്ടോ. ഇപ്പം ഞാനൊന്ന് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇപ്പോൾ ത്രെഡ് അതിൻ്റെ ആരിയുടെ സൂചി വാങ്ങി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഠിച്ചെല്ലാം നല്ല പ്രോപ്പറായി പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ആരി വർക്കിനെ കുറിച്ചും അതിൻ്റെ സംശയങ്ങളെക്കുറിച്ചും ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ആരി വർക്ക് പഠിക്കണം എന്നുള്ളവർ നിങ്ങൾ തൽക്കാലം ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച ആരി വർക്കിൻ്റെ. ഇതൊരു റോസ് ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്തതാണ്, ഇതും ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ്. ഈ എംബ്രോയ്ഡറിക്ക് പറയുന്ന പേരാണ് മിറർ വർക്ക്. ഈ മിറർ വർക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന ഒരു എംബ്രോയ്ഡറി ഈ കണ്ടോ, ഇത് സാറ്റിനാണ് ചെയ്തേക്കുന്നത്. ഇത് ചെയിൻ സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം സൈഡിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഓരോ ചെയിനെയും കണക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കും. നമുക്ക് എന്തോരം ഈ മിറർ കാണണോ അത്രയും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന എംബ്രോയ്ഡറിയാണ് മിറർ വർക്ക് കേട്ടോ. അടുത്ത എംബ്രോയ്ഡറി വരുന്നത് ഇതും സാറ്റിൻ പോലെ തന്നെ കണക്ട് ചെയ്തിരുന്നൊരു എംബ്രോയ്ഡറി ആണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്തിട്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വർക്ക്? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത വരുന്നത് ഇത് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ചില്ലേ, അത് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതേപോലെ വലുതാക്കി ചെയ്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചെറുതാക്കി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയല്ലേ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മിറർ വർക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അടുത്തതാണ് നമ്മുടെ സർദോസി. ഇത് സർദോസി ഷെയ്ഡ് വരുന്ന സർദോസിയും ഉണ്ട്, ഗോൾഡൻ വരുന്ന സർദോസിയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ട്രഡീഷണൽ എംബ്രോയ്ഡറിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത വരുന്ന എംബ്രോയ്ഡറി ബീഡ്സ് വർക്കാണ്. ഇതിപ്പോൾ ഞാൻ ചെയിൻ ചെയ്തിട്ട് അതിന് കൂടെ, അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ. അപ്പോൾ അത് കാരണം ഒരു മെനയില്ലാണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ബീഡ്സൊക്കെ ചെയ്യാൻ പഠിച്ചു കേട്ടോ. അതുപോലെ നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇത്രയാണ് ഞാൻ പഠിച്ചിട്ടുള്ള എംബ്രോയ്ഡറികൾ. ഞാനൊരു 55 എംബ്രോയ്ഡറിയുടെ ഇതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ആ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ എനിക്ക് ഫോൺ കോൾ എടുക്കാൻ പറ്റിയെന്നും വരില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പഠിച്ച എംബ്രോയ്ഡറി വീഡിയോ. അപ്പോൾ അടുത്ത വരുന്ന ദിവസങ്ങൾ എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്കുകളൊക്കെ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എൻ്റെ ID ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ സമയം പോലെ. അപ്പോൾ താങ്ക് യു.